ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടാ. ആമേൻ. ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ പകൽക്കാലം ശക്തമായി ഇടപെട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാ. ആമേൻ. നമ്മുടെ ദൈവം നമ്മളോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കൈവിട്ട് കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ദൈവമില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ ഇന്ന് പകൽ തിരുവെടുത്ത് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ആമേൻ ഉണ്ടാ. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയാകുന്നു. അത് തിരുവെടുത്ത് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. അത് ദൈവം നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകർക്കാല ആ ഒരു ഭാഗ്യ അവസ്ഥ നമുക്ക് ലഭിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ സാന്നിധ്യം നാം അനുഭവിപ്പാൻ തക്കോടെ വിടിയായി തുറന്നത്, അവൻ്റെ ജനമായി നമ്മെ തിരഞ്ഞെടുക്കാനുണ്ടായതിൻ്റെ സാഹചര്യം യേശു ക്രിസ്തുവിൻ്റെ കാൽവരിലെ മരണം കൊണ്ട് നമുക്കൊരു പേര് ലഭിക്കുവാൻ തക്കോടെ വിടിയായി തുറന്നു. അതേ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ലഭിക്കാൻ ഇടിയായി തുറന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ടാണ്. ദൈവം തൻ്റെ ജനത്തോട് നടുവിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്ന് തിരുവെടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.